കിടക്കാണില്ലേ കൊച്ചു കള്ള. ഇവ ഇന്നലെ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയണോ? ഞാൻ കിടന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 12 മണിക്ക് അങ്ങോട്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് ഇവരെന്താ ചെയ്യണമെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്നലെ ഒരു 2 മണിക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവനെ കെട്ടിയെടുത്ത് കാണാനില്ല. അപ്പോൾ അവൻ വീടിൻ്റെ പിറകിലുള്ളൊരു വാഴ ചോട്ടിൽ പോയി കിടന്നാണ്. ഞാൻ എല്ലായിടത്തും പോയി. അപ്പോൾ ആ ഉറങ്ങിക്കിടന്ന് എൻ്റെ അനിയനെ വിളിച്ചെടുത്ത് ഞങ്ങൾ അങ്ങാടിയിൽ അവിടെയൊക്കെ പോയി. എന്തിനാന്ന് വെച്ചാൽ ഇവൻ ആരോ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോയി അന്വേഷിച്ചത്. എല്ലായിടത്തും പോയി. പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ എന്താ പറയുക, അവിടുത്തെ ക്യാമറയിലൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയിൽ എങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ കണ്ടൊരു വാഴയുടെ ചോട്ടിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് വരണം. ഇപ്പം ഇന്നത്തെ ആ പരാക്രമമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങാൻ തോന്നുന്നു. ഞങ്ങളെ ഉറക്കം കളഞ്ഞാണ്ട് ഇവൻ ഒളിച്ച് നിൽക്കുകയായിരുന്നു. എന്താടാ കുഞ്ഞാപ്പിയെ ഇവനാണ് ഇപ്പോഴത്തെ തിരുപ്പുകുരാൻ. ഇതിൻ്റെ മണിക്കുട്ടിരി കൂട്ടുകാരൊക്കെ പുതിയ കമ്പനിക്കാരനാണ്. പുതിയതെന്ന് പറയാൻ വയ്യ, ഇത് ഇവരെ കൊണ്ടുവന്ന ആ ടൈമിൽ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ എപ്പോഴും ഇവരെപ്പാണ് ആള്. പൊടിമോള് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന വരവാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ, പുതിയ വല്ല വിശേഷങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ്. എന്താ മയിൽമാധവനും വന്നിട്ടുണ്ട്. എന്താ ഇവിടുത്തെ വിശേഷം എന്ന് അറിയാൻ ഞങ്ങളിവിടെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളും വന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മണിക്കുട്ടിനെ കെട്ടിയ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു വിസിറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷം അറിയാൻ അവനും വന്നതാണ്. കൊക്കുട്ടൻ പിന്നെ ഇവരപ്പോൾ എപ്പോഴും ഉണ്ടാവും. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മണിക്കുട്ടിൻ്റെ മേലിലും ഇവരൊക്കെ എടുത്തായിട്ടുണ്ടാവും. കുഞ്ഞാപ്പിക്ക് ഇന്നത്തെ ക്ഷീണം വിട്ടിട്ടുണ്ടാവില്ല. പിന്നെ കറമ്പിക്കോഴിക്ക് ഇപ്പോൾ 4 നല്ല ഭംഗിയുള്ള കുട്ടികളെ കിട്ടി. അപ്പോൾ അവൾ അതിനും കൊണ്ട് കിടക്കുകയാണ്. കറമ്പിക്കോഴിയുടെ കുട്ടികളല്ല, അത് വേറെ കോഴിയുടെ കുട്ടികളാണ്. കറമ്പിക്കോഴി എന്നും മുട്ടയിടും, കാക്ക അതുകൊണ്ട് ആരോഗ്യം നോക്കും. അപ്പോൾ വേറൊരു കോഴി മുട്ടയിട്ട് വിരിയിച്ചപ്പോൾ ആ കുട്ടികളെ കറമ്പിക്കോഴിയാണ് നോക്കുന്നത്. അവർക്ക് കാവലായി ഗിനിക്കോഴിയുണ്ട്. നമ്മുടെ പൂവൻ കോഴിക്ക് കൂട്ടായിട്ടതാ അവളുണ്ട്. അപ്പോൾ പൂവൻ കോഴിയുടെ കമ്പനിയൊക്കെ ഗിനിക്കോഴി വിട്ടിട്ടുണ്ട്. ഗിനിക്കോഴി ഇപ്പോൾ ഇവരെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് ഒരു കർവ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും ചെയ്യുന്നൊരു ജോലിയാണിത്. അപ്പോൾ ഇത് വീഡിയോ ആക്കി എടുക്കാനൊന്നും പറ്റാറില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ അതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇന്ന് മോളെ വിളിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. നേരത്തെ ഒരു കളിയുണ്ട്, കാല് വെച്ച് തട്ടും. അത് പാലും പാത്രം തട്ടല്ല, കാലും അങ്ങനെ ഈച്ചരിക്കുമ്പോൾ അവൾക്കത് പറ്റില്ല, അതൊരു ശല്യമായിട്ട് തോന്നും. അപ്പോൾ കാലോട് തട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഈ മൂക്കയറും കാലും കൂടി ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈച്ചല്ല വേറെ എന്തെങ്കിലും കടിച്ചാലും അവൾ അനങ്ങാതെ അവിടെ നിൽക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞു. അവൾക്ക് ഒരു 2.5 അത്രയേ പാലുണ്ടാവാറുള്ളൂ. പിന്നെ നമ്മൾ തീറ്റയ്ക്കനുസരിച്ച് പാല് കൂടുകയും ചെയ്യട്ടോ. ഇപ്പം 2.5 ഉള്ളൂ. ആണ് കറക്കാനുള്ളത്. പക്ഷേ നമുക്ക് നല്ല പാലുണ്ട്. രാവിലെ 5 വൈകുന്നേരം 3 ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ, പാല് ചേർത്തണമെങ്കിൽ ഇത് ഈ കുഞ്ഞാപ്പി വരണം. കുഞ്ഞാപ്പി ഒന്നൊന്ന് തൊട്ടാലേ ഇവൾ പാല് ചേർത്ത് തരുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നും ഞാനും കുഞ്ഞാപ്പിയും പിടിയും വലിയാണ്. അപ്പോൾ ഇവനെ അഴിച്ചിട്ടാലാണെങ്കിൽ ഇവനെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ഇനിയിപ്പോൾ വേണ്ട ആടുകളെ നോക്കാനാ, ആടുകളെ കാര്യം അന്വേഷിക്കാനാ. ഇങ്ങനെയല്ലല്ലോ അത്. അത് പാറു അല്ലേ, പാറുകുട്ടിയല്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്ന ആടിൻ്റെ 5ാമത്തെ പ്രസവത്തിൻ്റെ കുട്ടിയാണ്. ഇപ്പോൾ ആട് ജീവനോടില്ല, അതിൻ്റെ വയറ് വീർത്ത് ചത്തുപോയി. ആ ആടിൻ്റെ മൂത്ത കുട്ടികളിൽ ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ ഇവളാണ് ഈ പാറുക്കുട്ടിയുടെ എന്താ പറയുക കെയറിങ് ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അവളെ കെയർ ചെയ്തൊക്കെ ഇവളാണ്. ആ ആടിന് 5ാമത്തെ പ്രസവത്തിൽ 2 കുട്ടികളായിരുന്നു. ഇവളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, കിങ്ങിണി. ആ കിങ്ങിണി ഒന്നുമില്ല. അവരെ അമ്മ ചത്തപ്പോൾ ഞാൻ കിങ്ങിണിനെയും ഇവളെയും ഈ ആടുകളുടെ കൂട്ടത്തിൽ അവിടെ പറമ്പ് കൊണ്ട് കെട്ടിയായിരുന്നു. അവിടെ നിന്ന് നായ കടിച്ച് കിങ്ങിണിനെ കൊണ്ടുപോയി. ഇപ്പോൾ പാറു ബാക്കിയായി. അപ്പോൾ പാറുവിന് ചേച്ചിയമ്മ ഉണ്ട്. ഈ ചേച്ചിയമ്മയാണ് പാറുവിന് ഇപ്പോൾ പാലൊക്കെ കൊടുക്കുന്നത്. 2 കറുപ്പാടുകളെ വാങ്ങിയിരുന്നു. അതിൽ ഒരാളിതാ, ആ ഒരു കറുപ്പാടിൻ്റെ ആദ്യത്തെ കുട്ടിയാണ് ഈ കുഞ്ഞ്. പിന്നെ അതിൽ 2ാം പ്രസവം, ആ ആട് 2ാമതൊന്ന് പ്രസവിച്ചു. ആദ്യത്തെ കുട്ടിയാണിത്. ഇന്നിപ്പോൾ ആ ആടും ഇല്ല. അപ്പോൾ ഇവനും അനാഥനാണിപ്പോൾ. ഇവനും ഇവൻ്റെ വലിയ ഏട്ടനും അനാഥരായി. ആ ആടും തന്നെ വയറ് വീർത്ത് ചത്തുപോയതാണ്. ഇപ്പോൾ ഇവനെ നോക്കുന്നത് ഇവളാണ്. ഇവളും മറ്റേ കറുപ്പാടും ഒരേ ദിവസമാണ് പ്രസവിച്ചത്. 2 ആൺകുട്ടികളായിരുന്നു. ഈ ആടിൻ്റെ കുട്ടീനെ നായ കടിച്ചു വന്നു. അപ്പോൾ അതിന് ശേഷം ഇവള് ആ കുഞ്ഞാപ്പിനെയാണ് ഏറ്റെടുത്തത്. അതിനെ സ്വന്തം കുട്ടിയായിട്ട് ഇവള് നോക്കും. കുട്ടിശങ്കരൻ ഇപ്പോൾ ഉള്ള ആ ആടിൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. 2ാമത്തെ കുട്ടീനെ നായ കടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കുട്ടിശങ്കരനെ അന്വേഷിച്ച് ഒരുപാട് ആൾ വരുന്നുണ്ട്. കൊടുക്കാൻ തോന്നണില്ല, ഇവരത്രയ്ക്ക് ഇണങ്ങിപ്പോയി. അത് കാരണം പാറുകുട്ടിയെ പാറുകുട്ടിയെ പാറും കിങ്ങിണിയായിരുന്നു. ഇവർ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവളൊറ്റപ്പെട്ടു നല്ല മറ്റവനുണ്ട്. കൊക്കുകാരനവർ പിന്നെ 24 മണിക്കൂർ ഇവരവിടെ ഉണ്ടാവും. ഇവർ മുറ്റത്തുണ്ടെങ്കിൽ അവനും വരും. 2 കാര്യമാണ്, അവൻ്റെ വയറൊന്നറിയും. എന്താ വരണേ, പോവട്ടാ. ഞങ്ങൾ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നേരെ ഒരുപാടായി. എന്നാലും വീട്ടിൽ ഇവരെ ഞാൻ പട്ടിണിക്ക് ഇടാറില്ല. അവരെ വയറ് നിറച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ അവിടെ കൊക്കു കുഞ്ഞാപ്പിയുണ്ട് മുന്നിൽ തന്നെ പുറപ്പെട്ടിട്ട്. ഇവർ എവിടെയാണോ കെട്ടുന്നത് അവിടെ അവനും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പറന്ന് അവരപ്പം വരും. ഇവരെവിടെ ഉള്ളത് വെച്ചാൽ അതുവരെ അവളും വരും. അപ്പോൾ കുറച്ച് ദിവസമായി ഇവളിവിടെ കാണാൻ തുടങ്ങിയിട്ട്. പോരാ ഞങ്ങൾ പോകണം.